പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കിട്ടിയ വിഷയം ഹജ്ജ് എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം കാര്യത്തിലെ അവസാനത്തേതാണ് ഹജ്ജ്. ഹജ്ജ് എന്നാൽ എന്താണ്? ആരോഗ്യവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലേക്ക് തീർത്ഥാടനം നടത്തണമെന്നാണ് ഇസ്ലാമിക വിധി. ഈ തീർത്ഥാടനത്തെയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മനസ്സിൽ ഒരേ ചിന്തയും ഒരേ തെൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഒരേ തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഹാജിമാർ മക്കയിൽ ചെയ്യുന്ന കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഹജ്ജിന്റെ പ്രതിഫലത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ വേറെ ഒന്നും പ്രതിഫലമില്ല എന്നതാണ്. മബ്റൂറായ ഹജ്ജ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് കരകളഞ്ഞ തൗഹീദാണ്. ഷിർക്കുള്ള ഒരു വ്യക്തി ഹജ്ജ് ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹു മബ്റൂറായ ഹജ്ജായി സ്വീകരിക്കുകയില്ല. എല്ലാ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പറഞ്ഞ് പ്രാർത്ഥിക്കാവൂ. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതായി പറയുന്നത് ഇഖ്ലാസ് ആണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹജ്ജിന്റെ കാര്യത്തിലായാലും ഇഖ്ലാസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിയ്യത്ത് ഇഹലോകമാവരുത്, പരലോകത്തെ കുറിച്ചിട്ടും അതിന്റെ ഓർമ്മകളും ആ കാര്യങ്ങളുമാണ് നമ്മൾ ഈ നിയ്യത്തായിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് ഇഹ്റാം എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ഹജ്ജത്തൻ ലാ റിയാ ഫിഹാ വലാ സുമഅതൻ. അങ്ങനെ പറഞ്ഞാൽ, അള്ളാഹു എൻ്റെ ഈ ഹജ്ജ് കീർത്തി ലഭിക്കുവാനുള്ളതും പിന്നെ ആളുകൾ കാണാനുള്ളതും ആയ ഹജ്ജ് ആക്കരുത് എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ശേഷമാണ് ഇഹ്റാമിലേക്ക് കിടന്നത്. പിന്നീട് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെയുള്ള ഹജ്ജാണ് നാം ചെയ്യേണ്ടത്. അതിൽ നമ്മുടെ ഇഷ്ടത്തിനോ വേറെ ഒരു ബിദ്അത്തും നമ്മുടെ വക അതിൽ ചേർക്കാവുന്നതല്ല. നാലാമത്തെ കാര്യം പറഞ്ഞത് തഖ്വയെ മുറുകെ പിടിക്കുക. ഒരു കാരണവശാൽ നമ്മുടെ തഖ്വ ചോർന്നൊലിക്കാതെ അത് ദിനം പ്രതി വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയാണ് നാം ചെയ്യേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുൽ ഹജ്ജു അഫ്ളൽ, ഏത് ഹജ്ജാണ് അഫ്ളൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം പറഞ്ഞത്, അൽ ഹജ്ജു ഹുവസ്സജ്ജു. അങ്ങനെ പറഞ്ഞാൽ കുറെ തെൽബിയത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം ഹജ്ജിൽ. അതുപോലെ തന്നെ ഉളുഹിയത്ത്, അതിന് അറിവ് നടത്തി വിതരണം ചെയ്യുകയും വേണം. അഞ്ചാമത്തെ കാര്യമായി പറയുന്നത്, ഹജ്ജ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹജ്ജിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള ജീവിതം, അത് ഹജ്ജിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, നമ്മുടെ തഖ്വയും നമ്മുടെ ഈമാനും എത്രത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ അത് മരണം വരെ മുറുകെ പിടിക്കാൻ കഴിയുന്ന കൂട്ടത്തിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. അതിന് പര്യാപ്തമാക്കി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, ധാരാളമായി ഇസ്തിഗ്ഫാർ, ദിക്റുകൾ, ഖുർആൻ ഖിറാഅത്തുകൾ എല്ലാം വർദ്ധിപ്പിക്കുക. ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാനും തൗബ ചെയ്യാനും ഒക്കെ നമ്മൾ ഹജ്ജിൽ മറന്നു പോകാൻ പാടില്ല. നല്ലൊരു ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് ഏവർക്കും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.